അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിപാവനമായ ഒരു ഹിജ്റ പുതുവർഷത്തിലേക്ക് നമ്മളിതാ കടന്നിരിക്കുകയാണ്. പരിപാവനമായ ദുൽഹിജ്ജ മാസം 30 നമുക്ക് കിട്ടി. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നലെ രാത്രിയൊക്കെ ഒരുപാട് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട് അല്ലേ? പടച്ചവൻ എല്ലാ അമലുകളും നമ്മളിൽ നിന്നും കബൂലാക്കട്ടെ. ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഒരുപാട് ഓർമ്മകൾ നൽകിയ ഒരു വർഷം നമ്മളിൽ നിന്നും വിട പറഞ്ഞു. ഇനി ഒരു പുതിയ ഓർമ്മകളുമായി പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ദുൽഹിജ്ജ 30 പൂർത്തിയാക്കി അൽഹംദുലില്ലാ നമ്മളെല്ലാവരും 1446 എന്ന പുതിയ ഒരു ഹിജ്റ വർഷത്തിൽ ഇതാ പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ ഒരു വർഷം നീ എല്ലാവിധത്തിലുള്ള ഖൈറിലും സലാമത്തിലും ബർക്കത്തിലുമാക്കി തരണേ അല്ലാഹ്. അള്ളാഹുവേ, എന്തെല്ലാം ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വരാനുണ്ടോ എല്ലാം നീ തട്ടി മാറ്റണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെയധികം സന്തോഷിക്കേണ്ട, അതുപോലെ തന്നെ അവൻ ഒന്നുകൂടി ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു മുഹറം മാസം കൂടി കിട്ടി. ഇനി മുഹറം കഴിയുമ്പോൾ നമുക്ക് സഫർ വരുന്നു, റബീഉൽ അവ്വൽ വരുന്നു, പിന്നെ അങ്ങനെ കടന്ന് റമദാൻ വരുന്നു, പിന്നെ ശവ്വാൽ വരുന്നു. അങ്ങനെ ഒരുപാട് അതിശ്രേഷ്ഠമായ ഒരുപാട് ദിനങ്ങളും ഒരുപാട് രാത്രികളും പകലുകളും ഒക്കെ നമ്മളിലേക്ക് വരാൻ ഒരുങ്ങുകയാണ്. അപ്പം അതിൻ്റെ പ്രഥമ പടിയെന്നോണം മുഹറം 1 നമ്മളിലേക്ക് ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് അൽഹംദുലില്ലാ അല്ലാഹു തആല പ്രത്യേകം ദുആക്ക് ഇജാബത്ത് നൽകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഈ മുഹറം മാസത്തിൻ്റെ പ്രഥമ രാത്രി, നമുക്ക് ഈ ഒരു രാത്രിയിൽ അല്ലാഹുവിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരുപാട് ദിക്റുകൾ പറഞ്ഞ്, തസ്ബീഹുകൾ പറഞ്ഞ്, സ്വലാത്തുകൾ പറഞ്ഞ് നമ്മുടെ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് നമുക്ക് ദുആ ഇറക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിനെ അല്ലാഹു പരിപൂർണമായി കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ആരെല്ലാം പങ്കെടുക്കുന്നുണ്ടോ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതായത് ഇത് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ മജ്ലിസാണ്. ഈ ഒരു മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഈ ഒരു വർഷം എല്ലാവിധത്തിലുള്ള നന്മയിലുമാക്കട്ടെ. നമ്മൾ ഇടപെടുന്ന ഇടപാടുകൾ, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ പഠനങ്ങൾ എല്ലാത്തിലും അല്ലാഹു തആല ഖൈറും സലാമത്തും നൽകുമാറാവട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല നമ്മെ കാക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നിപ്പോൾ അപ്പോൾ മാസം പൂർത്തിയാവുക സമയത്ത് പ്രത്യേകം പറയൽ സുന്നത്തായ ഒരു ദുആയുണ്ട്. ആ ദുആ പറഞ്ഞിട്ട് നമുക്ക് നേരെ ദിക്റിലേക്ക് കടക്കാം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാ മാസവും അറബി മാസം 1-ാമത്തെ ദിവസം നമ്മൾ പറയാറുള്ളതാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ആദ്യം തന്നെ അൽഹംദുലില്ലാ അല്ലേ? പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അൽഹംദുലില്ലാ. എല്ലാവരും പറ അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. അൽഹംദുലില്ലാ. ആ ഒരു ദുആ പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ആദ്യത്തെ ദിക്ർ മജ്ലിസ് നമ്മൾ തുടങ്ങുകയാണ്. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പ്രഥമ രാത്രിയിലും പകലിലൊക്കെ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണമെന്നാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. 360 ഒരു എണ്ണമാണ്, അതിനേക്കാൾ അധികരിപ്പിക്കാൻ പറ്റിയാൽ വലിയ പുണ്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് 360 തൽക്കാലം നമ്മളിപ്പോൾ പറയുന്നില്ല, നമുക്ക് കുറച്ചു വട്ടം ആയത്തുൽ കുർസി ഓതി അതിൻ്റെ പുണ്യം നമുക്ക് നേടാം. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും. ചില ഉമ്മമാർ അവർ നിസ്കാരമില്ലാത്തവരായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഇതിൻ്റെ കൂടെ ഇതൊരു ദിക്റാണെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. പിന്നെ ഈ ആയത്തുൽ കുർസി ഓതുമ്പോൾ ഇവിടെ ഒരു നിബന്ധന പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതണമെന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ചു വട്ടം ആയത്തുൽ കുർസി ഓതാം. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് മുഹറം മാസത്തിൽ പറയേണ്ട അതിപ്രധാനപ്പെട്ട ചില ദിക്റുകളും തസ്ബീഹുകളും പറയാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. നമ്മൾ ആയത്തുൽ കുർസി ഓതി. ഈ ഓതിയ ആയത്തുൽ കുർസി അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി കിട്ടാനും ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠതയും ഫضലും ജീവിതത്തിൽ ഇനിയുള്ള മാസങ്ങളിലും അതുപോലെ തന്നെ ഈ വർഷത്തിലും ഉണ്ടാവാൻ പ്രത്യേകം ഒരു ദുആ നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേതാണ് ആ ദുആ? ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആയത്തുൽ കുർസി എപ്പോൾ ഓതിയാലും നമുക്ക് ഈ ദുആ അറിയാമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഈ മുഹറം മാസത്തിൽ നമ്മൾ ആയത്തുൽ കുർസി എപ്പോൾ ഓതുന്നോ 360 പ്രാവശ്യം ഓതി കഴിഞ്ഞാലും നമുക്ക് ഈ ദുആ പറയാവുന്നതാണ്. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഇത് നമുക്ക് കാണാതെ തന്നെ ഓതണമെന്നില്ല, കണ്ടു ഓതിയാലും മതിയാകുന്നതാണ്. നമുക്ക് ഒന്നുകൂടി ഓതിയാലോ? അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, അവസ്ഥകൾ നന്നാക്കുന്ന റബ്ബേ, എൻ്റെ ഹാല്, എൻ്റെ അവസ്ഥ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിൻ്റെ കഴിവ് കൊണ്ട്, നിൻ്റെ ഖുവത്ത് കൊണ്ട്, അതുപോലെ തന്നെ നിൻ്റെ നല്ല അവസ്ഥ കൊണ്ട് എൻ്റെ അഹ്വാലുകൾ, അതായത് ഈ വർഷം മുഴുവനും എൻ്റെ അവസ്ഥകൾ നീ നന്നാക്കി തരണേ അല്ലാ. അത് കഴിഞ്ഞ് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. അപ്പോൾ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ദുആയാണിത്. ആയത്തുൽ കുർസി 360 പ്രാവശ്യമോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലോ പറഞ്ഞിട്ട് ഈ ദുആ പറയുക.
ഈ പരിപാവനമായ മുഹറം മാസം നമ്മളിലേക്ക് വന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ രാവിലത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ പഠിച്ചു അല്ലെ. ഒരുപാട് ദിവസമായി നമ്മളത് കേൾക്കുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മളിൽ നിന്നും ഈ ഒരു മാസം നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും, നല്ല കാര്യങ്ങളെല്ലാം അല്ലാഹു തആല ഇരട്ടിയായി സ്വീകരിക്കട്ടെ. ആമീൻ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ദുആക്ക് എന്തുകൊണ്ടും ഇജാബത്ത് കിട്ടും, ഉറപ്പാണ്. എന്തുകൊണ്ടും ഇജാബത്ത് കിട്ടുന്ന അതിപ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം ഇന്ന് മുഹറം 1 പ്രഥമ രാത്രിയാണ്. അതുപോലെ തന്നെ മുഹറം ആദ്യത്തെ തിങ്കളാഴ്ച രാവുമാണ്. അതായത് മുഹറം 1 രാവും തിങ്കളാഴ്ച രാവും ഇതാ ഒന്നിച്ചു വന്നിരിക്കുകയാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഫതുഹുൽ മുഈനിൽ പറയുന്നൊരു കാര്യം, അതായത് പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റിയ 4 മാസങ്ങൾ, അത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. അതായത് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്നത് ഏത് മാസത്തിലാണ്? അത് മുഹറം മാസത്തിലാണ്. 4 മാസങ്ങൾ പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. ആ 4 മാസങ്ങളിൽ തന്നെ പ്രത്യേകം നോമ്പ് പിടിക്കൽ ഏറ്റവും കൂലി കിട്ടുന്ന, അതുപോലെ തന്നെ ഒരു ദിക്ർ പറഞ്ഞാൽ ഒരുപാട് ദിക്ർ പറഞ്ഞ കൂലി കിട്ടുന്ന, ഒരു തസ്ബീഹ് പറഞ്ഞാൽ ഒരുപാട് തസ്ബീഹ് പറഞ്ഞ കൂലി കിട്ടുന്ന അതിശ്രേഷ്ഠമായ ഒരു മാസമാണ് മുഹറം മാസം. അപ്പോൾ നാളെ തിങ്കളാഴ്ച, നാളെ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം? മുഹറം 1 നോമ്പ് പിടിച്ചു തുടങ്ങാം. അപ്പോൾ നിയത്ത് വെക്കാനുള്ളവരൊക്കെ ഇപ്പോഴേ നിയത്ത് വെച്ചു, അതൊക്കെ വലിയ ഖൈറാൻ. അപ്പോൾ പ്രത്യേകിച്ച് നാളെ തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് തിങ്കളാഴ്ചയിലെ സുന്നത്തായ നോമ്പിനാണ് അല്ലാഹു തആലക്ക് വേണ്ടി പിടിക്കുന്നു. മുഹറം മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതുപോലെ റമളാനിൽ നഷ്ടപ്പെട്ടു പോയൊരു നോമ്പും ഇതിൻ്റെ കൂടെ അല്ലാഹു വീട്ടുന്നു. അങ്ങനെ 3 നിയത്ത് വെക്കാം. അപ്പോൾ അൽഹംദുലില്ലാ, അതിശ്രേഷ്ഠമായ മുഹറം മാസത്തിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഈ ഒരു പ്രഥമ രാത്രിയിൽ തന്നെ നമുക്ക് ഈ വർഷം മുഴുവനും കാവൽ കിട്ടാൻ ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാം. പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഒരുപാട് ദിക്റും സ്വലാത്തും ഒക്കെ പറയൽ പ്രത്യേകം പുണ്യമാണ്. ഇന്നാലിന്ന ദിക്ർ മുഹറത്തിൽ പറയണം അങ്ങനെയൊന്നുമില്ല. ഏത് ദിക്റും മുഹറത്തിൽ പറയാം, ഏത് സ്വലാത്തും മുഹറത്തിൽ പറയാം, ഏത് മാസത്തിൽ പറയുന്ന പുണ്യമായ അമലും നമുക്ക് മുഹറത്തിൽ കൊണ്ടുവരാം. അപ്പോൾ മുഹറം മാസത്തിൽ എന്നല്ല, എല്ലാ സമയത്തും, പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ. കാരണം പുതിയൊരു വർഷമാണ്, നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ട്, മാത്രമല്ല മുഹറം 10 അന്ന് 10 പ്രവാചകന്മാർക്ക് അല്ലാഹു 10 നന്മകൾ കൊടുത്ത ഒരു വലിയ ഒരു ചരിത്ര സംഭവമാണ് മുഹറം 10, ആശുറാന്റെ ദിവസം. അന്നാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അല്ലെ. ആ സംഭവം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ മഹാനവറുകൾ രക്ഷപ്പെടാൻ കാരണമായ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് അതൊരു ദിക്റാണ്, തസ്ബീഹാണ്, ഖുർആൻ ആയത്താണ്. അതുപോലെ തന്നെ എപ്പോഴും നമുക്കൊരു കാവലാണ്. നമുക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടാൻ ആ ഒരു ദിക്ർ മതിയാകുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഒന്നിച്ച് പറയാം. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين.
الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين. ഏത് സമയത്തും നമ്മൾ പറയേണ്ടത്, അത് മുഹറം മാസത്തിലാവട്ടെ അതല്ലാത്ത മാസത്തിലാവട്ടെ, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മറക്കാതെ പറയേണ്ടത് ഇസ്തിഗ്ഫാറാണ് അല്ലേ? ഇസ്തിഗ്ഫാർ പറയാതെ ഒരു അമലും അല്ലാഹു തആലയിലേക്ക് ഉയർത്തപ്പെട്ടാൽ അതൊക്കെ അസ്വദായിട്ട് കറുത്ത രൂപത്തിലായിരിക്കും ഉയർത്തപ്പെടുക. നമ്മൾ നിസ്കാരം കഴിഞ്ഞു, നിസ്കാരത്തിന് ശേഷം നമ്മൾ ഇസ്തിഗ്ഫാർ പറയും. അങ്ങനെ നിസ്കാരത്തിന് ശേഷം ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ആ നിസ്കാരം എന്നുള്ള നന്മ വെളുത്ത രൂപത്തിൽ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും. സ്വതക്ക കൊടുക്കുമ്പോൾ ഇസ്തിഗ്ഫാർ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ ഓതിക്കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ. അപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്താലും ഇസ്തിഗ്ഫാർ പറയണമെന്നാണ്. അപ്പോൾ എന്താ ഗുണം? അള്ളാഹുലേക്ക് വേഗത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ. അള്ളാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവാനും ഇസ്തിഗ്ഫാർ കാരണമാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം إنه هو الغفور الرحيم. أستغفر الله العظيم 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 إنه هو الغفور الرحيم. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചത് ഇതുപോലെ ഒരു മുഹറം മാസത്തിൻ്റെ 10ാമത്തെ ദിനമാണെന്ന് നമുക്ക് കിതാബിൽ കാണാം. മഹാനവറുകളുടെ ആ തൗബ അല്ലാഹു തആല സ്വീകരിക്കാൻ കാരണമായ ഒരു ദുആയുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ അതിപ്രധാനപ്പെട്ട ഒരു ആയത്താണ്, അതൊരു ദുആയാണ്. നമുക്ക് ഏത് സമയത്തും പറയാം. ഇതൊരു ആയത്താണെങ്കിൽ പോലും നമുക്ക് നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കൊക്കെ ഇതൊരു ദിക്റാണെന്ന നിലയിൽ മനസ്സിൽ കരുതിയിട്ട് പറയാം. നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാൻ, മുഹറം മാസമൊക്കെ നമുക്ക് എല്ലാവിധ ഖൈറിലും സന്തോഷത്തിലും ആവാനൊക്കെ ഒരു ദുആ നമുക്ക് മതിയാകും. എല്ലാവരും ഒന്നിച്ചു പറയും, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا
ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ഇനി നമ്മൾ പറയുന്നൊരു തസ്ബീഹാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത സ്വഹാബിമാരൊക്കെ പ്രത്യേകം ഇത് പഠിച്ചിരുന്നു എന്നാണ്. ഈ ഒരു ദുആഇൻ്റെ ഇതൊരു ദിക്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി, ആ ജോലി നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അതിനേക്കാൾ ഹൈറായ ഒരു ജോലി നമുക്ക് കിട്ടാൻ, നമുക്കൊരു വാഹനം ഇഷ്ടപ്പെട്ടിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി, എന്നാൽ അതിനേക്കാൾ ഹൈറായ ഒരു വാഹനം കിട്ടാൻ, നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനേക്കാൾ പുണ്യമുള്ളത് കിട്ടാൻ പറ്റിയ ഒരു ദുആയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതെല്ലാ നിസ്കാരത്തിന് ശേഷം 11 വീതം ഓതിയാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. 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 اللهم أجرني في مصيبتي وأخلف لي خيرا منها. 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 ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു ദിക്ർ, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ആ ലാ ഇലാഹ ഇല്ലല്ലായോട് കൂടെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മും കൂടി ചേർത്ത് നമ്മൾ പറയുകയാണ്.
അപ്പോൾ നല്ല ബലമായിരിക്കും ആ ഒരു വാക്കിന്. പക്ഷെ അതൊന്ന് പറഞ്ഞാലോ, വലിയ ഗുണമാണ് ഇത് പറഞ്ഞാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹഖുൽ മുബീൻ, 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 ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹഖുൽ മുബീൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്വലാത്താണ്, അതിപ്രധാനപ്പെട്ട ഒരു സ്വലാത്ത്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 6 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ അത്ഭുത നേട്ടം കിട്ടുന്ന സ്വലാത്ത്, അദദ് സ്വലാത്ത്. അതായത് എണ്ണത്തിനനുസരിച്ച്, അള്ളാഹുവിൻ്റെ അറിവിലുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച്. അപ്പോൾ 6 ലക്ഷമൊന്നുമല്ല, കോടാനു കോടി കോടി പ്രതിഫലങ്ങളാണ് അള്ളാഹു താല തരുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് നമ്മൾ പറയുന്നു. അള്ളാഹുവെ, നിൻ്റെ അറിവിലുള്ള എല്ലാ കാര്യത്തിൻ്റെയും എണ്ണത്തിനനുസരിച്ച് നബി തങ്ങൾക്ക് ഗുണവും രക്ഷയും കൊടുക്കണമെന്ന്. അള്ളാഹ്ക്ക് അറിയാത്ത എന്ത് കാര്യമുള്ള? അപ്പോൾ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും എണ്ണം അതൊന്നും നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നബി തങ്ങൾക്ക് ഗുണവും രക്ഷയും കിട്ടണമെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഒന്നിച്ചു പറഞ്ഞാലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ
സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൻ്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീൻ. ആ യാസീൻ സൂറത്തിലെ ഏറ്റവും വലിയ കാവലിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ അള്ളാഹു താല രോഗങ്ങൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള രക്ഷ, അപകടങ്ങളെ തൊട്ടുള്ള കാവൽ, അതുപോലെ ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു, ആ കടങ്ങളൊക്കെ മാറാൻ, മക്കൾ നന്നാകുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ദുസ്വഭാവം, ഭാര്യയുടെ ദുസ്വഭാവം, അങ്ങനെ ഒരുപാട് പേര് സങ്കടം പറയുന്നവരുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ നമുക്ക് എപ്പോഴും നിസ്കാരത്തിന് ശേഷം പറയാൻ പറ്റിയ ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റാണ്, ഇതൊരു ഖുർആൻ ആയത്താണ്. നമുക്ക് പറഞ്ഞാലോ? പറഞ്ഞോ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഇനി ലോക മുസൽമാന് വേണ്ടി നമ്മൾ ദ്വാരക്കണം, അല്ലേ? നമുക്ക് വേണ്ടി മാത്രം പോരല്ലോ, നമുക്ക് വേണ്ടി എപ്പോഴും എൻ്റെ കാര്യം അത് മാത്രം പോരാ. അള്ളാഹുവേ, ലോക മുസൽമാൻ്റെ കാര്യം, അവരുടെ കാര്യം, ഇവരുടെ കാര്യം, അങ്ങനെ നമ്മൾ ദ്വാരക്കുമ്പോഴാണ് നമ്മുടെ ദ്വാക്ക് വലിയ പവർ ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാ, എല്ലാവരുടെയും പൊരുത്തം കിട്ടാനുള്ള ദ്വായാണ്, ലോക മുഅ്മിനീങ്ങളുടെ പൊരുത്തം കിട്ടാനുള്ള ദ്വായാണ്. നമുക്ക് ഈ ദ്വാ ചെയ്യാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ഉറങ്ങുന്നതിന് മുമ്പ്, കിടക്കുന്നതിന് മുമ്പ് പറയാൻ പറഞ്ഞൊരു ദുആയാണ്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന
والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات 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 والمسلمين والمسلمات. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മൾ ഇത്രയും നേരം ചൊല്ലിയ ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും അതുപോലെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളും എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മ അല്ലേ, നമ്മളതൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാകും. എല്ലാം അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്. അല്ലാഹു എല്ലാം പുറത്തു നിന്ന് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ഒരുപാട് പേര് ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാ മജ്‌ലിസിലും ദുആയുണ്ട്. നിങ്ങളൊക്കെ നമുക്ക് വേണ്ടി ദുആരക്കുക, നമ്മുടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടി ദുആരക്കുക. എല്ലാ സമയവും കൃത്യമായി നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ എത്തിച്ചു തരുന്ന ഒരുപാട് പേര് ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ദുആരക്കുക. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദുആരക്കും. ഇപ്പോൾ നമ്മളെല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസിൽ ദുആരക്കാൻ പോവുകയാണ്. നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ഇരുലോക വിജയത്തിന് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളാക്കി നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണ്, ഉസ്താദുമാര്, അതുപോലെ ബന്ധുമിത്രാദികൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കുടുംബക്കാർ ആരെല്ലാം മരണപ്പെട്ടു പോയോ അല്ലാഹുവേ, എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് ഞങ്ങൾ ഓതിയതും പറഞ്ഞതുമായ മുഴുവൻ നല്ല കാര്യങ്ങളുടെയും ഒരു വലിയ മിസ്ല് സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ. ഞങ്ങളുടെ മരണം നീ ഖൈറിലാക്കണേ അല്ലാ, ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ വിധത്തിലുള്ള നന്മയും കിട്ടുന്ന മരണമാക്കി മാറ്റണേ റഹ്മാനെ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമന്റ് എഴുതുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരൊക്കെ പാവപ്പെട്ടവരാണ് റബ്ബേ. അല്ലാഹുവേ, അവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്ക് അല്ലാ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള എന്തെല്ലാം ഹലാലായ മുറാദുകളുണ്ടോ എല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. മാരകവുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സലാമത്താക്കണേ അല്ലാ. അപകടങ്ങൾ കാത്തിരിക്കുന്ന കാലമാണ് അല്ലാഹുവേ, മോശത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവിധത്തിലുള്ള ശൈത്താന്റെ ഷർറിനെ തൊട്ട് കാക്കണേ അല്ലാ. മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ലേ അല്ലാ. മോശത്തരത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നവരാണ്, അവരുടെ പഠനത്തിൽ നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. നല്ല റിസൾട്ട്, നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് എല്ലാം നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ.
ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ സ്വഭാവങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് കച്ചവടം ചെയ്യുന്നവരാണ്, കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവരുണ്ട്, കൃഷിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ നീ വളർമ്മ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഈ വിനീതൻ ഉൾപ്പെടെ ഞങ്ങളുടെയൊക്കെ വീടിന്റെ പണി നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരണേ അല്ലാ. കടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന നിരവധി സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഖൈറായ ഇണകളെ നീ വേഗത്തിൽ അവർക്ക് അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ദ്വാരക്കുമ്പോൾ ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. റബ്ബേ, അവരുടെയൊക്കെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ രോഗം തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളുടെ ആന്തരിക ബാഹ്യമായ അവയവങ്ങളിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട്, അണുക്കളുണ്ടെന്ന് നിനക്കറിയാം. എല്ലാം ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പ്രവാസികളായ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. എല്ലാ പ്രവാസികൾക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ, അവരുടെ ജോലിയിൽ നീ എല്ലാവിധ ബറക്കത്തും സലാമത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പരിശുദ്ധമായ മുഹറം മാസം, ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. കഴിഞ്ഞുപോയ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്തതാണ്, അതും നീ കബൂലാക്കണേ അല്ലാ. ഈ വർഷം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹു, ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് വിജയം കൊടുത്ത മാസമാണല്ലോ ഈ മുഹറം മാസം. ഞങ്ങൾക്കും നീ വിജയം തരണേ അല്ലാ. അല്ലാഹു, ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, വിശുദ്ധമായ മുഹറം ഇതാ തൊട്ടരികത്തെത്തിയിരിക്കുകയാണ്. മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കും. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെപ്പോഴാണ് അത് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത്, ഏത് പേപ്പറിലാണ് എഴുതേണ്ടത്. ഓരോ ആളുകളും ആ എഴുത്തിൻ്റെ സമയത്ത് അശ്രദ്ധമായി പോകുന്നുണ്ട്. അത് പോവാതിരിക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എങ്ങനെ പ്രാക്ടിക്കലാക്കി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ എഴുതാമെന്ന് നമ്മളിതാ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ്, എഴുതി നമ്മൾ കാണിച്ചു തരുകയാണ്. ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.